നിർലജ്ജിതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മുട്ടിച്ചോ, കോടതിയിൽ കയറി മുട്ടിച്ചോ, പിന്നെ എങ്ങനെ കിട്ടി ഈ നിയമവിരുദ്ധ സാധനം? നിങ്ങൾക്ക് എങ്ങനെ കിട്ടി കെ എസ് അരുൺകുമാർ? ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ്. അത് കള. ഏത് കള? 10 ഫോൺ കോൾ വെച്ചിട്ടങ്ങ് മൂക്കി കയറ്റുമെന്നാണോ അരുണിന്റെ വിരട്ടൽ? CPM-ന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാരുണേ. താങ്കൾ CDR അപേക്ഷ എടുത്തതാണോ അരുണേ? നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് താങ്കൾ സ്ഥാനാർത്ഥിയാകുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ലോബിംഗ് നടത്തിയിട്ടുണ്ട്. ഒരു സംശയമില്ല. എന്നിട്ട് മാന്യം ചമയും. എന്നിട്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറി മാന്യം ചമയാൻ ശ്രമിക്കുന്നു. പകൽമാനായി നടന്ന് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകയുടെ വിഷ്വൽ എടുക്കുക എന്ന് പറയുന്ന ആ ദൃശ്യം എടുത്തു വെച്ച് അതിന്റെ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ ഷൂവർ എന്ന ഗ്രാഫിക്സ് കയറ്റി പ്രചരിച്ചത് നിങ്ങളുടെ സഹാക്കളായ കള്ളന്മാരാണ്. അതിന് കള്ളൻ എവിടെ? കണ്ണ് തുറന്ന് നേരെ നോക്ക്. നേരെ നോക്കടോ. കള്ളനെ കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ തന്നെ. ഒരു വനിതാ റിപ്പോർട്ടറുടെ ഫോണിലേക്ക് നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ അയക്കുന്ന തെറി താങ്കൾക്ക് കാണണോ? പുളിച്ച തെറി താങ്കൾക്ക് കാണണോ സേരുണേ? അത് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാനുള്ള പാർലമെന്ററി അല്ലാത്തതുകൊണ്ട് കാണിക്കാത്തതാണ്. പുളിച്ച തെറി വാ തുറന്ന തെറിയുടെ പൂരാ. ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റിയെറിഞ്ഞ് പൊട്ടിച്ചാണ് നിങ്ങൾക്ക് ഒരു കീറഷു കാണുമ്പോൾ അങ്ങ് അമ്പരപ്പല്ലേ? അങ്ങ് കൊല്ലാൻ വരുന്നേ എന്ന ഭീതിയല്ലേ അരുൺകുമാർ? നാണമുണ്ടോ? വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.